ഇവിടെയൊക്കെ ഈ റോട്ടിൽ ബ്ലാക്ക് ഐസ് ഉണ്ടാവും. ഒരു വാട്ടർഫാൾ ഇതാ, താഴൊക്കെ ഐസ് എടുക്കണോക്കാണ്. അതിൻ്റെ ഉള്ളിലേക്ക് വണ്ടിയാണ് കയറ്റിക്കാണ്ട് ഒരു ഫോട്ടോ എടുക്കും. വില്ലേജ് വൈബ്സിന് മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ സച്പാസിലാണ്. സച്പാസ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നില്ല, നാവ് കട്ടായിട്ടാ, ഒരു രക്ഷയില്ല. നല്ലൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല, കാരണം തലൊക്കെ കണ്ട് കനത്തിട്ട് തണുപ്പുകൊണ്ട്. മൈനസാണ് ഇവിടെ ടെമ്പറേച്ചർ. മച്ചാനൊക്കെ എണീറ്റിക്കുമ്പോഴത്തേന് വീഴാൻ പോവാണ്. തലക്കനെ നല്ല വേദന ഉണ്ട് തലക്ക്. എംഎസിൻ്റെ പ്രശ്നവും. നമുക്ക് എത്ര ഹൈറ്റിക്കാണ് കയറുന്നത് അറിയില്ലായി നിന്നല്ലേ. ഇതാ രാവിലെ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട്, അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തേക്കണം. പക്ഷെ അത് മാറുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എന്തായാലും ഉണ്ടാകാം. ഒരു ജാക്കറ്റ്, 2 ജാക്കറ്റ്, അതിനുള്ളിലൊരു ഷർട്ടും ഉണ്ട്, ടീഷർട്ടും ഉണ്ട്. അങ്ങനെയൊക്കെ ഇട്ടിട്ട് നിൽക്കണം. എന്നിട്ട് ഉണ്ടാകും തണുപ്പ് സഹിക്കാൻ പറ്റുന്നു. ഐസ് വീണെടുക്കണം ഇവിടെയൊക്കെ. നമ്മുടെ എല്ലാ സ്ഥലത്തും ഐസ് ഇരിക്കുന്ന സമയത്തും ഇവിടെ ഐസ് വീണെടുക്കണം. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് കില്ലാറിലേക്ക് പോവാണ്. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വരുന്ന വണ്ടിക്കാരൊക്കെ ആ ടെമ്പിളിൽ പോയി പ്രാർത്ഥിച്ചിട്ട് താഴേക്ക് ഇറങ്ങണേ. അതുപോലെ കയറി വരുന്ന സ്ഥലത്തും ടെമ്പിൾ ഉണ്ട്. ഇപ്പോൾ ലോറി ഇതൊക്കെ കയറി വന്നിട്ടുണ്ട്. ഞാൻ വണ്ടി രാവിലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടച്ചാണ്. രാവിലെ ഒന്നും പറയാമല്ലോ, 9:30 ആയിക്കണ്. ഒരു രക്ഷയില്ലട്ടാ, മച്ചാനക്ക് തീരെ എണീറ്റിക്കാൻ പറ്റുന്നില്ല. ഞാനും കിടന്ന് പറക്കണ്. ഞാൻ അത്യാവശ്യം വെള്ളം കുടിച്ചിക്കണ്, ഞാൻ ഫുഡ് കഴിച്ചിക്കണ്. എന്നാലും മച്ചാനക്ക് വേണ്ടി ചോറ് വാങ്ങി കൊടുത്ത് അത് കൊണ്ട് കൊട്ടി കഴിച്ചില്ല. തണുപ്പ് കയറിയാണ്ട് എനിക്കാണ് ഇന്നലെ രാത്രി ഉറങ്ങാനും പറ്റിയിട്ടില്ല. തല ഇങ്ങനെ കനത്തിട്ട്. അച്ഛനായിട്ട് നിൽക്കണേ. രണ്ടാളും കൂടി ഒരുമിച്ച് പോക്കേ നടക്കുള്ളൂ. കൈയൊക്കെ ഇപ്പോൾ പൊട്ടിക്കീറാൻ സാധ്യതയുണ്ട്, അത്രയും മരവിച്ചിക്കണേ. മരവിക്കുക കാരണം ഇതാണ് കണ്ടില്ല ഞങ്ങൾ, ചുറ്റും ഐസാണ്. ഈ സമയത്ത് ഇങ്ങനെ ഒരു ഐസ് ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ. അതിൻ്റെ ഇടയിലാണെങ്കിൽ ചാറ്റൽ മഴ അതിങ്ങനെ ചാരണുണ്ട്. വണ്ടിക്ക് പവർ നല്ലോണം കുറയുന്നുണ്ട് ഇങ്ങനത്തെ സ്ഥലമായതുകൊണ്ടാണ്. കൈ കീറിയാൽ അതിന് കൈ ഒരു 3-4 കിലോമീറ്റർ കുറച്ച് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അത് കൈയൊക്കെ പൊട്ടി കീറാൻ സാധ്യത കിട്ടാം. നമ്മൾ വന്ന സൈഡിക്കല്ല ഐസ് കൂടുതലുള്ളത്, ഈ ഇറങ്ങിപ്പോണ വഴിയിലാണ്. താഴെ ഫുൾ ഐസാണ്. കയ്യേ സഹിക്കാൻ പറ്റില്ല കൈ. വേറൊരു ഗ്ലൗ ഉണ്ട് എൻ്റെ അടുത്ത്, പക്ഷെ അത് നനഞ്ഞിക്കണേ. അടച്ചോലത് എടുക്ക ഈ റോഡ്. കാണുന്ന കാഴ്ചകൾ നോക്കാണ് ഇവിടുന്ന്. ഇവിടെയൊക്കെ ഈ റോട്ടിൽ ബ്ലാക്ക് ഐസ് ഉണ്ടാവും. ഈ ഐസ് ഉരുക്കിയിട്ട് കട്ടയിട്ട് ഇങ്ങനത്തെ സ്ഥലത്തും അല്ല, കരിങ്കല്ലുള്ളിടത്ത് നമുക്ക് ചെറിയ പുത്തം കിട്ടും. ഇതില്ലാത്ത സ്ഥലത്ത് പക്ഷെ അവിടെ വണ്ടി ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ സ്കിഡായിട്ട് പോകും.
സംഭവത്ത് കാണാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ നമ്മൾ ശരീരം കൊണ്ട് കൈ മുറിയാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വിരലൊക്കെ. അങ്ങനെ കാലൊക്കെ കുത്തി ഇറക്കുക, അതാണ് നല്ലത്. നമുക്ക് പോകാനുള്ള റോഡാണ് ആ കാണുന്നത് കിട്ടാ. താഴെ വളഞ്ഞു തിരിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാത്ത എന്താണ്, സംസാരിക്കാനുള്ള ആവതില്ല. ഈ കാഴ്ചകൾ ഇങ്ങനെ കണ്ടോളി. ഒരു കുത്തനുള്ള ഇറക്കിറങ്ങണം. ഈ ഐസ് വാളികളൊക്കെ നന്നായിട്ട് കറങ്ങിപ്പോയാൽ തണുപ്പൊന്ന് കുറയുന്നു പ്രതീക്ഷിക്കുക. അതിൻ്റെ മേലെ കൂടി ആടിനിട്ട് പോകണം നോക്കാണി. ആ ഐസിൻ്റെ മേലെ കൂടി ഒരു ചങ്ങായി നടന്നു പോകണം. അയാൾക്ക് തണുപ്പൊന്നുമില്ല റബ്ബേ. അതിൻ്റെ അടിയിലെ വണ്ടി ഒന്ന് ചെയ്തു. ബലം പിടിച്ച് മുറിയൊക്കെ കഴിക്കണമെന്നാവും കൈയിട്ടോ വെജ. എന്താ ചെയ്യുക, ഒരു രക്ഷയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നിർത്തിയിട്ടും കാര്യമില്ല, വിട്ടിട്ടും കാര്യമില്ല, ഇടാൻ പറ്റണമില്ല. ഒരു ലേറ്റർ ഉണ്ടായിരുന്നു കയ്യിൽ, അന്ന് കത്തിച്ച് കയ്യോ കട്ടി എന്താ പാടുന്നോ. വെറുതെ പറയാൻ സൗണ്ട് ഉണ്ടാക്കുക. എൻ്റെ കൈ പറഞ്ഞാൽ മനസ്സിലാവില്ല, അത്രയും വേദന ഉണ്ട് കയ്യിൽ. ഐസ് പാളിയാണെങ്കിൽ കഴിയണമില്ല. ചാറ്റലുമായി അതിൻ്റെ അടിയിൽ കൂടി ആ വെള്ളം ഗ്ലൗസും മുഖത്ത് വാട്ടർ പ്രൂഫ് ഗ്ലൗ അല്ല. ഇങ്ങനെ ഒരു 35 കിലോമീറ്ററും കൂടി യാത്ര ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കൈൻ്റെ മരവിപ്പൊന്ന് പോയാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. പക്ഷെ ഈ മരവിപ്പൊന്ന് പോയി കിട്ടില്ല. ഇവിടെ കാടുകളൊക്കെയാണ്. ആടിനെ നോക്കാൻ വന്നവരാ. എൻ്റെ ആട് ഈ ഐസും വെള്ളമല്ലാതെ നിങ്ങൾക്കൊന്നും തിന്നാനില്ലേ? ഇവിടെ തിന്നാനും കുടിച്ചാനും ഇല്ലേ? ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ആടുകൾ വേണ്ടിട്ടാ.
അവിടെ നിന്നാണെങ്കിൽ സ്പീഡിൽ വലിപ്പിച്ചില്ലെങ്കിൽ ആ കയറ്റം കയറില്ല. പാടാണെങ്കിൽ മുഴുവൻ റോട്ടിൽ. ഇപ്പം തന്നെ കയറാൻ കാൽമുത്തെ പേടൊക്കെ ലൂസായിക്കണേ. പുതിയതൊന്ന് കഴിക്കണം. ഇതിൻ്റെ എലാസ്റ്റിക് ആകെ ലൂസായിക്കണേ. അവിടുന്ന് കണ്ട് ശക്തമായ കാറ്റാണ് മുഖത്ത് കടിക്കണം. നമ്മളിപ്പോൾ ഒരുപാട് ഇറങ്ങി വന്ന് അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. ചായ കുടിച്ച് ഡബിൾ ട്രിപ്പിൾ റേറ്റ് ആട്ടോ ഇവിടെ സാധനത്തിനൊക്കെ. അതിനത്ര റേറ്റ് ഉണ്ടാവും. കൊണ്ട് എത്തിപ്പെടാൻ അത്രയും പണിയുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ആടുകളൊക്കെ ആണ്. ഇനിയും 20 കിലോമീറ്റർ ഇതുപോലുള്ള റോഡുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 15-12 കിലോമീറ്റർ ധാരയിലുള്ള റോഡാണ്. എന്നാലും നമ്മൾ കില്ലാർ എത്തുള്ളൂ. പതുക്കെ അങ്ങനെ കാലൊക്കെ കുത്തി പതുക്കെ ഇറക്കാം. നമുക്കൊരു ധൃതിയില്ല. അതൊക്കെ എന്താ പറയുക, ഇവിടെ ഈ കരിങ്കളി ചീടുകൾ നല്ല കൊഴിഞ്ഞാടുണ്ട് എൻ്റെ മുകളിൽ നിന്ന്. ഇവിടുന്ന് പോയാൽ കൊക്കി കണ്ടു പോകും. ഒരു വാട്ടർഫാൾ ഇതാ. താഴൊക്കെ ഐസ് എടുക്കണോക്കാണ്. ഇവിടൊക്കെ ഐസാണ്. ഇതാണ് നമുക്ക് സഞ്ചരിക്കാനുള്ള റോഡ്. ഇതൊക്കെ ആരോ ഇങ്ങനെ റോഡൊക്കെ ഉണ്ടാക്കിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. പോയാണ്ട് പോയിട്ടാ റോഡിൻ്റെ കോലം നോക്കണി, വളവൊക്കെ നോക്കണി. അതങ്ങനെ പോയിട്ട് ഒരു കാർ ഇവിടുന്ന് കയറിയാണ്ട് നമുക്ക് ഇറങ്ങേണ്ടി ഇതാ ആ കാറ് വരുന്ന സ്ഥലത്തേക്ക് എത്തണം. അപ്പോൾ ഞാൻ കാറിൻ്റെ ഇവിടെ സൈഡ് കൊടുക്കും. ഒരു കാറും കൂടി വരണ്ട അവിടുന്ന്. ഓ ഇവിടെ എവിടെയെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിലും എടുക്കണം. ആകെ കരിങ്കളിച്ചീളാണ്. ഇതിൽ നല്ലൊരു സ്ഥലം ഇനിയിപ്പോൾ കാറിന് സൈഡ് കൊടുക്കാനില്ല. ചെറിയ വാട്ടർഫാൾ. ആണ്ട് നോക്കാൻ പടച്ച റബ്ബേ, ഇത് കെയ്യണില്ല. പാമ്പ് പോണ മാതിരി പോവുകയാണ് റോഡ്. എല്ലാം സ്കിഡാവുന്നുണ്ട്.
അടച്ചറബേത് എന്നാ കഴിയുക 20 കിലോമീറ്റർ ഇതേപോലെ ഇങ്ങനെ ഇറക്കണം എന്ന് ആലോചിക്കുമ്പോൾ എന്നാൽ ഇത് ഇറങ്ങണത് കാണുമ്പോൾ കയറി ഒന്ന് റോഡ് ഇതിനേക്കാൾ സുഖമുള്ള റോഡാ. അത് ഇറക്കാനുള്ള സ്ഥലത്തിൻ്റെ അതൊക്കെ നോക്കാൻ നല്ല തേക്കും ഇവിടെ ഉറപ്പാ. അടുത്തൊരു വാട്ടർഫാൾ, അത് നേരെ അപ്പുറത്തേക്കാണ് പോണത്. ലോറി കുടുങ്ങിയതാണോ നിർത്തിയാണോ എന്താണെന്നൊന്നും അറിയാം. ആട്ടുംകൂട്ടം ഐസ് കട്ടൻ്റെ അടിയിലാണോ നിൽക്കണത്? ഇതൊന്നും തണുക്കണില്ലാണോ? അച്ഛൻ്റെ മുന്നിലാണോ പിന്നിലാണോ ആ നായി അത് ഓടുന്നത്? 3 നായ്ക്കളുണ്ട്. റേഞ്ച് വന്നിക്കണെന്ന് തോന്നുന്നു. പോക്കറ്റിൽ നിന്ന് മൊബൈലിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഐസ് പാളി എടുത്ത് നോക്കണേ, നമ്മളെ ഫ്രണ്ടിൽ നോക്കണേ. അതിൻ്റെ ഉള്ളിലേക്ക് വണ്ടിയാണ് കയറ്റിക്കാണ്ട് ഫോട്ടോ എടുക്കണം. റിവർ ക്രോസിങ്ങും ഉണ്ട്. റിവർ ക്രോസിങ് ഐശ്വര്യക്ക് വെള്ളം വരണ നോക്കണി. ഒരു ഗുഹ പോലെ, ഗുഹൻ്റെ അകത്തുനിന്ന് വെള്ളം വരണ പോലെയാണ് വരണത്. നമ്മൾ മച്ച അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ ഡേഞ്ചറസ് ആയ റൂട്ടിൽ നിന്ന് ആ മരങ്ങളൊക്കെ ധാരാളമുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയും റോഡ് ഓഫ് റോഡ് തന്നെയാണ്. ഞാൻ മരങ്ങളൊക്കെ കണ്ടപ്പോൾ
അത് ഈ രീതിയിലുള്ള റോഡ് കഴിഞ്ഞെന്ന് കരുതാം, പക്ഷെ വീണ്ടും ഇതുപോലുള്ള റോഡ് തന്നെ കേട്ടോ. എപ്പോഴതൊന്ന് കഴിഞ്ഞ് കിട്ടുകയെന്നാണ്. അങ്ങനെ നമ്മൾ പോന്ന് പോലീസ് ചെക്ക് പോസ്റ്റ് കടന്നിട്ടാ. അപ്പോൾ എന്നിട്ടും മനുഷ്യനൊന്നും ആയിട്ടില്ല. റോഡ് ഇതുപോലെ തന്നെയാണ്. ഇവിടെ വരാളിരിക്കുന്നു. ഇത് ഇനിയും ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് താഴേക്ക് ഇറങ്ങുന്നത് കേട്ടോ. പോലീസ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോഴെങ്കിലും ഞാൻ നല്ല റോഡാവുമെന്ന് പ്രതീക്ഷിച്ചു. ഇതാ കുത്തനെ ഇങ്ങനെ താഴേക്ക്. വളവ് കഴിഞ്ഞാൽ ഞാൻ എന്താ പാടുന്നറിയില്ല. നോക്കാം. താഴേക്ക് ഇറങ്ങന്നെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഏകദേശം 5 കിലോമീറ്ററോളം പിന്നെയും മുന്നോട്ട് പോകുന്നു. റോഡിനൊരു മാറ്റവും ഇല്ല. ഓടിച്ച് പൂരി കെട്ട് വണ്ടി. അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ ധാരിട്ട റോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ 5 മിനിറ്റ് ഇരിക്കണം. അങ്ങനെ നമ്മൾ ധാരിട്ട റോട്ടിലൂടെ വണ്ടി ഓടിക്കുകയാണ്. എന്തോ ഒരു സുഖം എന്നറിയാം. ഒരു തൂക്കുപാലൊക്കെ ഉണ്ടല്ലോ അവിടെ. നമ്മൾ മുകളിൽ നിന്ന് മഞ്ഞുരുക്കി വരുന്ന വെള്ളം കണ്ടില്ല, അത് പാസ് ചെയ്ത് പോണ സ്ഥലം. അത് അതിൻ്റെ ഉത്ഭവ സ്ഥലത്ത് പോയിട്ട് ഇതന്നെയല്ല വഴി റബ്ബേ. അതന്നെയാണ് അതിൻ്റെ ഉത്ഭവ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഇങ്ങോട്ട് കൂട്ടിക്കൊടുന്നതിന്. കൂടി ആകെ ഭീതി. ഇത് കുടിച്ചിനൊക്കെ വലുത് മടിയിൽ കയറണമായിരിക്കായിട്ടാ. താഴേക്ക് നോക്കുകയാണ് നിങ്ങൾ. ആദ്യം അതൊക്കെ കുത്തി വയ്ക്കണ്. പാലത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. ചില സ്ഥലത്തൊക്കെ നല്ല ഗ്യാപ്പ് കാണുന്നുണ്ട്. ഇതൊരു ജനലിൽ പിടിച്ച് കെട്ടിയിട്ട മാതിരി ഉണ്ടല്ലോ പാലൊക്കെ കൂടി. ഏതായാലും ആ കടമ്പിൽ നമ്മൾ കടന്ന്. ഇനി നമുക്ക് കില്ലാറിന്ന് കിസ്തുവാർക്ക് എത്തണം. ഇപ്പോൾ സമയം 3:30 നമ്മൾ ഇന്ന് കിസ്തുവാർ പോകണില്ല. നമ്മൾ കില്ലാറിലെവിടെയും സ്റ്റേ ചെയ്യും. അതിനുശേഷം നാളെ ആയിരിക്കും. അതും കൂടി കഴിഞ്ഞാൽ ഇതിൽ ഏകദേശമൊക്കെ ഒരു ഭാരം എത്തുന്ന ഒഴിവായി. ഇത് റോഡ് ടാറായിട്ടുള്ളൂ. ഭീകരതയ്ക്ക് ഒരു കുറവുമില്ല. താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഭീകര ഫീലാട്ടാ. റോഡ് ടാറായിക്കണെങ്കിലും കൂടിയിട്ട് നമ്മൾ ഇറങ്ങി വന്ന വഴി വെക്കണ താഴെ കാണുന്നു. ആലോചിക്കുമ്പോണ്ടല്ലോ നോക്കണി. അവിടെ നിർത്തിയിട്ടൊന്ന് കാണിച്ചു തരട്ടാ. നമ്മൾ ഇറങ്ങി വന്ന വഴി നോക്കണി. റോട്ടിലൂടെ നമ്മൾ വന്നത്. അങ്ങനെ കറങ്ങിയിട്ട് അവിടെ ടാറെത്തി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിയ പാലം കടന്നിട്ട് പോന്നു. ആലോചിക്കുമ്പോൾ തന്നെ എന്തോ പോലെ. എന്താ പറയാ, ഓടിയിട്ടുണ്ട്. കില്ലാർക്കാട് എത്തുന്നില്ല. കാണുന്ന കാഴ്ചകളുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടാ. എന്താ ഇതിനൊക്കെ പറയാൻ വാക്കുകളില്ല. നമ്മൾ കയറി വരുന്ന റോഡ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇവിടുന്ന് പേടിയാവും. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ കില്ലാറിലെത്തി. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾക്ക് 500 രൂപയ്ക്ക് റൂം കിട്ടിയപ്പോൾ എടുത്താണ്. നമ്മളെ റൂമിൻ്റെ മുന്നിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞതാണ്. പൈസ എടുക്കാൻ നോക്കാണി. അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്നലത്തെ ആ കാലാവസ്ഥേൻ്റെ ഹാങ് ഓവർ കൊണ്ട് വിട്ടിട്ടില്ല. അച്ഛനത് ആടി. അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാണ്ട് ഇവിടെ നെറ്റൊന്നും കിട്ടണില്ല. അതൊക്കെയാണ് നമ്മളെ വീഡിയോ ഒരുപാട് ലൈറ്റാണിത്. ഞാൻ എന്തായാലും ഇനി കിടന്ന് ഉറങ്ങണം. ഇന്നലെ രാത്രി ഉറങ്ങാൻ തന്നെ പറ്റിയിട്ടില്ല. ഉറക്ക ക്ഷീണം നല്ല ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നാളെ ഇവിടുന്ന് കിസ്തുവാറിലേക്കാണ് പോകുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ഡേഞ്ചർ റൂട്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങോട്ട്. പക്ഷേ ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിരിക്കണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് കിസ്തുവാർ ഗൂഗിൾ മാപ്പ് റൂട്ട് കാണിക്കണമുണ്ട്. പിന്നെ ഏത് റൂട്ടാണ് അതെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ പോയാൽ തന്നെ അറിയുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.